ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിപതറി മലയാള സിനിമാ ലോകം. വിവാദ വെളിപ്പെടുത്തലോടുകൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിൽ പ്രമുഖ താരങ്ങൾ. പ്രതികരണമില്ലാതെ സൂപ്പർ സ്റ്റാറുകൾ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് പിടിയിലായതിനു പിന്നാലെയാണ് മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനാവരണം ചെയ്യുന്നത് താരങ്ങളുടെ വികൃത മുഖങ്ങൾ തന്നെ. ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും ചലച്ചിത്ര മേഖലയിൽ പവർ ബ്ലോക്ക് എന്ന പേരിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുമുള്ള ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരാനും കാരണമായത് നടൻ ദിലീപാണ്. ജനപ്രിയ നടൻ എന്ന പേരിൽ മലയാള സിനിമ ഒരു കാലത്ത് അടക്കി വാണിരുന്ന ദിലീപ് നടിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിലെ ഗൂഢാലോചനയിലാണ് അകത്തായത്. ഇതോടെയാണ് മലയാള സിനിമയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന സൂചനകൾ പുറത്തു വരാൻ തുടങ്ങിയത്. ദിലീപ് കേസിൽ പ്രതിയായതോടെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ സിനിമയിലെ അഭിനേത്രികളെ സംരക്ഷിക്കുന്നതിനായി വിമൻ കളക്റ്റീവ് സിനിമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഈ കമ്മിറ്റി അംഗങ്ങൾ തെന്നിന്ത്യൻ നടി രേവതി, എഡിറ്റർ ബീന പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുകയും സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെക്കുറിച്ചും നടിമാർ ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയും വിശദമായ റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ മലയാളത്തിലെ മുൻനിര നായിക നടിമാരിൽ ഒരാളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും മടങ്ങി വരുന്നത് വഴി ദിലീപിന്റെ ഡ്രൈവർ പൾസർ സുനിയും സംഘവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ദിലീപ് നൽകിയ കൊട്ടേഷനാണിതെന്നായിരുന്നു പിന്നീട് പിടിയിലായ പൾസർ സുനി മൊഴി നൽകിയത്. ശക്തമായ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലായതോടെ മുൻനിര നായകനായ ദിലീപിന് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടായി. കേരളമാകെ ഞെട്ടിയ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും റിട്ടയർ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി, നടി ശാരദ എന്നിവർ അംഗങ്ങളുമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി 1.25 കോടി ചെലവഴിച്ച് സർക്കാർ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചത്. ഇരകളായ നടീനടന്മാരെ സെറ്റുകളിലും അവരുടെ താമസ സ്ഥലങ്ങളിലും എത്തി തെളിവെടുപ്പ് നടത്തി. തങ്ങൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം ചെറുത്തതിന് കുടുംബാംഗങ്ങളെ വരെ സൂപ്പർ താരങ്ങൾ നേതൃത്വം നൽകുന്ന ഇൻഡസ്ട്രിയിലെ പവർ ബ്ലോക്ക് ഭീഷണിപ്പെടുത്തിയെന്ന് ഇവർ മൊഴി നൽകി. മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC ഉന്നയിക്കുന്ന ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ശരിവെക്കുന്നുണ്ട്. WCC അംഗങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. WCCയിലെ അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കില്ലെന്ന് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട്. പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനാൽ WCC അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ചില നിർമ്മാതാക്കൾ WCC അംഗങ്ങളെ തന്റെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അത് അമ്മ സംഘടനയുള്ളവരെ ചൊടിപ്പിക്കുമെന്ന് ഇവർ ഭയക്കുന്നുണ്ട്. WCC രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് WCC അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം WCCയിലെ ഒരേ ഒരു അംഗത്തിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. WCCയുടെ സ്ഥാപക അംഗമാണ് ഈ നടി. ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞത്. സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ലെന്ന് ഈ നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല. തങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് WCC അംഗങ്ങളായ പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ തുടങ്ങിയവരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും WCC അംഗങ്ങളാണ്. സെറ്റുകളിലെ ലഹരി ഉപയോഗം, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം, അനൌദ്യോഗിക വിലക്കുകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഹേമ റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മലയാള സിനിമാ ലോകത്തെ ഭരിക്കുന്ന ലോബികളുണ്ടെന്ന് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ വലിയ തോതിൽ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ചർച്ചയാകും. ഇതിനോടകം നിരവധി പേർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ സ്വകാര്യത കണക്കിലെടുത്ത ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആളുകളെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ആദർശത്തിന്റെ ആൾ രൂപങ്ങളെന്ന് പലരും കരുതിയ ബിംബങ്ങൾ കുമിളകൾ പോലെ പൊട്ടിത്തകർന്നത് കണ്ടുള്ള ഞെട്ടലിലാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഇപ്പോൾ.